നമുക്കറിയാം 10th പ്രിലിംസ് എക്സാം സ്റ്റാർട്ട് ചെയ്തേക്കുകയാണ്. അപ്പോൾ അതിനൊരു റാപ്പിഡ് റിവിഷനായിട്ടാണ് ഞാൻ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് കേരളത്തെ പറ്റിയുള്ള ബേസിക് ഫാക്ട്സാണ് ഇതിനകത്ത് കവർ ചെയ്ത് പോകുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം, കേരള സംസ്ഥാനം നിലയിൽ വന്നത് എന്നാണ്. അത് 1956 നവംബർ 1. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ബേസിക്കായിട്ട് ആദ്യമേ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ്. നമുക്ക് പെട്ടെന്നായിട്ട് റാപ്പിഡായിട്ട് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ പ്രിലിംസിന്. അപ്പം പെട്ടെന്ന് നമുക്കത് കംപ്ലീറ്റ് ചെയ്യണം. ആ ഒരു ടാസ്കിനാണിത് പോകുന്നത്. കേരള സംസ്ഥാനം നിലയിൽ വന്നത് 1956 നവംബർ 1. 1956 നവംബർ 1 കേരളത്തിൻ്റെ ഭാഗമായിരുന്ന ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. കേരളം ഉൾപ്പെടുന്ന അക്ഷാംശം 8 ഡിഗ്രി 17 മിനിറ്റ് 30 സെക്കൻഡിനും 12 ഡിഗ്രി 47 മിനിറ്റ് 40 സെക്കൻഡിനും ഇടയ്ക്ക്. കേരളം ഉൾപ്പെടുന്ന രേഖാംശം 74 ഡിഗ്രി 27 മിനിറ്റ് 47 സെക്കൻഡിനും 77 ഡിഗ്രി 37 മിനിറ്റ് 12 സെക്കൻഡിനും ഇടയ്ക്ക്. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് കേരളം? 1.18%. തലസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിൻ്റെ കടൽത്തീര ദൈർഘ്യം 580 കിലോമീറ്റർ. PSCയുടെ ഉത്തരം 590 കിലോമീറ്റർ ആയിട്ടും പരിഗണിക്കുന്നുണ്ട്. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. ഇതൊക്കെ നമുക്ക് ബേസിക്കായിട്ട് അറിയാവുന്ന ഫാക്ട്സ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വായിച്ചു പോകുന്നത്. ജനസംഖ്യ അടിസ്ഥാനത്തിൽ സ്ഥാനം 13. തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ. കിഴക്ക് പടിഞ്ഞാറ് ദൂരം 30 മുതൽ 120 കിലോമീറ്റർ വരെ. കേരളത്തിൻ്റെ സാക്ഷരതാ നിരക്ക് 94%. അതൊന്ന് നോട്ട് ചെയ്യുക. സ്ത്രീ സാക്ഷരതാ നിരക്ക് 92.07%. പുരുഷ സാക്ഷരതാ നിരക്ക് 96.11%. സ്ത്രീ സാക്ഷരതാ നിരക്ക് 92.07%. പുരുഷ സാക്ഷരതാ നിരക്ക് 96.11%. ജില്ലകൾ 14, ജില്ലാ പഞ്ചായത്തുകൾ 14, ബ്ലോക്ക് പഞ്ചായത്തുകൾ 152, ഗ്രാമപഞ്ചായത്തുകൾ 941, മുനിസിപ്പാലിറ്റി 87, താലൂക്കുകൾ അതിൻ്റെ ജസ്റ്റ് റിവേഴ്സായിട്ട് ഒന്ന് ഓർത്തിരിക്കുക 78, റവന്യൂ ഡിവിഷൻ 27, കോർപ്പറേഷനുകൾ 6. ഇതൊക്കെ നമ്മൾ PSC പഠിക്കുമ്പോഴേ സ്റ്റാർട്ടിങ്ങിലേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഔദ്യോഗിക വൃക്ഷം തെങ്ങ്, ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന, ശാസ്ത്രീയ നാമം അതിൻ്റെ കാസിയ ഫിസ്റ്റുല, ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ, ഔദ്യോഗിക മൃഗം ആന. അതുപോലെ അതിൻ്റെയും സയൻറ്റിഫിക് നെയിംസ് ഒന്ന് ഓർത്ത് വയ്ക്കുക, എൽഫസ് മാക്സിമസ് ഇൻഡിക്കസ്. അതുപോലെ ഔദ്യോഗിക ചിത്രശലഭം ബുദ്ധമയൂരി. ഔദ്യോഗിക പാനീയം കരിക്കിൻ വെള്ളം, ഔദ്യോഗിക ഫലം ചക്ക. 2018 കൃഷിമന്ത്രി VS സുനിൽകുമാർ അത് പ്രഖ്യാപിച്ചത്. അടുത്ത സംസ്ഥാന മത്സ്യം കരിമീൻ. ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സൊറാൻഡൻസിസ്. ദേശീയ ഉത്സവം ഓണം. കേരളത്തിൻ്റെ ഔദ്യോഗിക തവളയെ തിരഞ്ഞെടുക്കാൻ സംസ്ഥാന വന്യജീവി ഉപദേശക ബോർഡ് നിർദ്ദേശിച്ചത് മാവേലി തവള അല്ലെങ്കിൽ പർപ്പിൾ ഫ്രോഗ്. മറ്റ് പേരുകൾ ഏതൊക്കെയാണ്? പാതാള തവള, പന്നിമുഖൻ തവള. പിന്നെ നമ്മുടെ കേരള സർക്കാർ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായി അംഗീകരിച്ച മലയാളമാണ് എൻ്റെ ഭാഷ എന്നത് ആരുടെ വരികളാണ്? MD വാസുദേവൻ നായർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഭൂപ്രകൃതിയെക്കുറിച്ച് പഠിക്കാം. അങ്ങനെ ബേസിക്കായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ടോപ്പിക് കവർ ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള 2021 തൊട്ട് 2024 വരെ നടന്ന 10th ലെവലിലുള്ള എല്ലാ എക്സാംസിൻ്റെയും GK നമ്മൾ കവർ ചെയ്യും. അത് നമ്മൾ ഷോർട്സ് ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക.